ഹലോ ഗൈസേ, അപ്പം ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ രാവിലെ തന്നെ 5 മണിക്ക് എണീക്കാറുള്ളത്. പിന്നെ ഇവരെ എണീറ്റ് വരുമ്പോഴേക്കും സമയം വൈകും. പക്ഷെ ഞാൻ അടുക്കള ഭാഗത്തേക്ക് ഉണ്ടാവും. അതായിട്ട് പിന്നെ ഞാനൊന്ന് ഇങ്ങനെ ഇന്ന് കരഞ്ഞാലാണ് ഈ പെണ്ണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ തരകൂടും. അവരുടെ കയ്യിൽ ദോഷയും തന്നെ, അതാണ് അവളുടെ പുറംകെടുക്കുന്നത്. അല്ലെങ്കിൽ ആരവളുടെ പുറംകെടുക്കാൻ? ആരും അവളുടെ പുറംകെടുക്കൂല. അങ്ങനെ അവൾ ദോശ കാണിച്ചപ്പോൾ ഞാൻ തട്ടിപ്പറിച്ച് വാങ്ങിച്ചെടുത്തു. ഞാൻ കരുതി അവളുടെ കൈ മുറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ വാങ്ങുന്നത് തന്നെ. പക്ഷെ അവളുടെ കൈ മുറിഞ്ഞില്ല. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും എന്താ അവൾക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടാണോ എന്താണോ എന്നറിയാൻ പാടില്ല, അവളെനിക്ക് തന്നു. നല്ല ടേസ്റ്റുള്ള നല്ല നെയ്യ് ഒഴിച്ച ദോശയായിരുന്നു. ഞാൻ അങ്ങനെ കണ്ണി സാധനങ്ങളൊന്നും ഞാൻ തിന്നാറില്ല. ഞാൻ നെയ്യ് ഒഴിച്ച ദോശ, പിന്നെ ചോക്ലേറ്റ്, ബിസ്ക്കറ്റ്, അങ്ങനെ മധുര ഐറ്റംസും പിന്നെ നെയ്യുടെ ഐറ്റംസൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം നിങ്ങളാരെങ്കിലുമൊക്കെ എന്നെ കാണാൻ വരാണെങ്കിൽ ഈ ഒക്കെ ഐറ്റംസൊക്കെ കൊണ്ടുവേണോ കേട്ടോ വരാൻ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അതൊക്കെ അവിടെ നിന്ന് തിന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ തിന്നത് മൊത്തം തീർന്നു. പിന്നെ ഞാൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അടുത്തത് വാങ്ങിച്ചു ഞാൻ അവിടെ നിന്ന് തിന്നു. ഈ പെണ്ണാണെങ്കിൽ ഇങ്ങനെ നോക്കിയിരിക്കണമെന്ന് എനിക്ക് മര്യാദക്ക് തിന്നാനും പറ്റൂല. അല്ലെങ്കിൽ തന്നെ എനിക്ക് പല്ലൊന്നുമില്ല. ഞാൻ എങ്ങനെ എങ്ങാണ്ടാണ് കഷ്ടപ്പെട്ട് തിന്നാൻ. എന്നിട്ട് അവൾ കൈ കാണിച്ചതോടെ തീർന്നു. എവിടെ നിന്ന് എന്നെ പറ്റിക്കാൻ അവളുടെ ഒരു വലിയ ദൂഷ്യമുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതുവഴിയൊക്കെ നടന്നൊക്കെ വന്നു. നല്ല മഴയുള്ള ദിവസവും കൂടിയായിരുന്നു. തെന്നിക്കിടക്കാൻ ഞാൻ എങ്ങാനും വീണ് എൻ്റെ കയ്യും കാലൊക്കെ ഒടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ ഞാൻ പിന്നെ അതിങ്ങനെ തിന്നു. അവൾ കയ്യിലിങ്ങനെ വെച്ചതും എനിക്ക് തിന്നാനായിട്ട് എളുപ്പമായിരുന്നു. ഇതുകൊണ്ട് കടിച്ചാലും പോരൂല. അന്ന് എൻ്റെ പല്ല് എനിക്കില്ലാന്ന്, എനിക്ക് ആകെ 2 പല്ലുള്ളൂ. ആ 2 പല്ല് വെച്ചിട്ട് ഞാൻ എങ്ങനെ ഇത് മൊത്തമൊക്കെ തിന്നിറക്കും? അന്ന് അവൾക്ക് അതൊന്നും മുറിച്ചേരാ, അതും അവൾ തരൂല. അങ്ങനെ ഞാൻ പിന്നെ എങ്ങനെയെങ്ങാണ്ട് കഷ്ടപ്പെട്ട് ഒരു കൈ പൊക്കി പിടിച്ചിട്ട് ഒരു കൈ കുത്തി നിന്നിട്ടാണ് ഞാൻ തിന്നത്. എൻ്റെ മുഖം തന്നെ കണ്ടില്ലേ, ഭയങ്കരമായിട്ട് എന്തോ പോലെയായി. പിന്നെ എന്നെ കാണാൻ നല്ല ക്യൂട്ടല്ലേ, നല്ല ഭംഗിയില്ല എന്നെ കാണാൻ. പിന്നെ തൊണ്ടേന്ന് ഇറങ്ങണമില്ല. ഒരു മീനിൻ്റെ തലയൊക്കെ എനിക്ക് തിന്നാനാണെങ്കിൽ 1 മണിക്കൂറൊക്കെ വേണം. കാരണം അത്രയും പല്ല് എനിക്ക് കുറവാണ്. എനിക്കിനി കുറച്ച് പല്ല് വെക്കണമെന്നുണ്ട്. ഏതെങ്കിലും ഒരു ഡെന്റൽ ഹോസ്പിറ്റലിൽ പോയിട്ട് വേണം എനിക്ക് പല്ല് വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം എല്ലാവരും ഈ സ്വർണ്ണപ്പല്ലും അതേപോലെ തന്നെ സിൽവർ പല്ലൊക്കെ വെക്കാറുണ്ടിട്ടുണ്ട്. അതുപോലെ ഒരെണ്ണം എനിക്കും കൂടി വേണം. അതെനിക്ക് കടിച്ചാലും മഞ്ഞൂല. അപ്പം ഞാൻ ചിരിക്കുമ്പോൾ നല്ല തേങ്ങി നിൽക്കൂലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ദോശ മതിയായി. ഇവളിങ്ങനെ ചാടാൻ വേണ്ടിയിട്ടാണ് അവൾ പൊക്കി പിടിച്ചത്. പക്ഷെ ഞാൻ ചാടൂരാന്നുണ്ട്. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞാൽ അവൾ അങ്ങനെ പൊക്കി പിടിച്ച് അവൾക്ക് മടുത്ത് കഴിഞ്ഞപ്പോൾ അവൾ താത്തി തന്നു. അപ്പം ഞാൻ തിന്നു. അല്ലാണ്ട് നമ്മൾ പണിയെടുക്കുമെന്ന് തോന്നണ്ടോ? അവൾക്കല്ലെങ്കിൽ ഇത്തിരി അഹങ്കാരം കൂടുതലാണ്. അതുകൊണ്ടാണ് അവൾ എനിക്ക് തരാണ്ട് ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. പിന്നെ നിങ്ങൾക്കൊക്കെ എന്തായിരുന്നു കഴിക്കാനൊക്കെ ആയിട്ട്? എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണം. പിന്നെ അങ്ങനെ ആ റൗണ്ട് ഫുള്ള്, ആ ദോശ ഫുള്ള് ഞാൻ തിന്നതിനെ പിന്നെ എനിക്ക് ഇവിടെ നിൽക്കത്തെ ഇഷ്ടമല്ല. പിന്നെ എനിക്ക് ഈ വീട്ടിലേക്ക് കയറാൻ പാടില്ല തിന്നതിനെ. പിന്നെ എനിക്ക് മൂത്രയ്ക്കാൻ മാത്രമാണ് ഈ വീട്ടിലേക്ക് കയറാമുള്ളൂ. അപ്പം തിന്നാൻ വേണ്ടിയിട്ട് മൂത്രയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീട്ടിലേക്ക് കയറാറുള്ളൂ. അങ്ങനെ ഞാൻ തിന്നു കഴിഞ്ഞ് ഞാൻ നേരെ പോകും. ഈ വഴി പോയിട്ട് സാധാരണ ഞാൻ ജനല വഴി ഫ്രണ്ടിൽ കൂടെ ജനല വഴി ചാടിയിട്ടാണ് ഞാൻ വരാറ്. അതായത് ബാക്കിൽ കൂടെ ഇറങ്ങി ഫ്രണ്ടിൽ കൂടെ ജനല വഴി ചാടും. പക്ഷെ എന്നാൽ എനിക്കെന്തോ അങ്ങനെ ചാടാനൊരു മൂഡുണ്ടായില്ല. ഞാൻ പിന്നെ നേരെ അവിടെ പോയിരുന്നു. അങ്ങനെ ഞാൻ ഈ വീടിന് കാവലായിട്ടിരിക്കും. കാരണം വേറെ എന്നെ പോലെ ഇരിക്കുന്ന വേറൊരു പൂച്ചാണ്ടി ഇവിടെ വന്നേക്കാണ്. അവൻ വന്നപ്പോൾ തന്നെ ഞാൻ അവനെ ഓടിച്ചിട്ട്, അവൻ എൻ്റെ അധികാരത്തിൽ കയറി വരാൻ. ഞാൻ നോക്കുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് കയറാൻ പോകുന്നു. എന്നെ പോലെ തന്നെയുണ്ട്. ഞാൻ ഒറ്റ ഓടിക്കലങ്ങൾ ഓടിച്ചു. പിന്നെ തിന്നു കഴിഞ്ഞതല്ലേ ഞാൻ നേരെ പോയി ആ വണ്ടിയും അങ്ങ് മൂത്രം ഒഴിച്ചു. ഷൂന്നും പറഞ്ഞു. പിന്നെ ഞാൻ നല്ല പൊച്ചെങ്ങനെ സ്ലാവിൻ്റെ പുറത്തേക്കൊന്നും ഞാൻ കയറൊന്നുമില്ല. എനിക്കങ്ങനെ കയറാനും അറിയില്ല. എങ്ങാലും ഇങ്ങനെ കാല് കുടഞ്ഞാലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ കയറാറൊന്നുമില്ല. പിന്നെ ഞാൻ ആ അടുക്കളയിൽ കൂടെ അതുവഴി ഇതുവഴിയൊക്കെ അങ്ങോട്ടും നടക്കും. ഞാൻ അവിടെ മൂത്രം വയ്ക്കാൻ വേണ്ടി പോയത്. പക്ഷേ ഈ പെണ്ണ് കണ്ടുപിടിച്ച് ആ പെണ്ണ് എന്നെ അപ്പം തന്നെ ഓടിച്ചു വിട്ടുന്നേ. എന്ത് ചെയ്യാനാ, മനുഷ്യനും സ്വസ്ഥമായിട്ടൊരു മൂത്രം വയ്ക്കുമ്പോൾ അവൾ സമ്മതിക്കില്ല. ഇങ്ങനെ പോണാണ്ടാ വെക്കറിയാം ഞാൻ മൂത്രം വയ്ക്കാൻ പോണതാന്ന്. അതിന് പിന്നെ എന്നെ പുറത്താക്കി. ഞാൻ അങ്ങനെ പുറത്തിരുന്ന് ചൊറിച്ചിൽ എനിക്കൊരു അസുഖമാണ്. അങ്ങനെ ചൊറിഞ്ഞെല്ലാം കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ അവൾ വീഡിയോ എടുക്കുന്നു. എൻ്റെ അടുത്ത് ചോദിക്കാതെ എൻ്റെ വീഡിയോ എടുക്കാണ് കള്ള നമുക്ക്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നോക്കുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ ഒരു കാറ് വന്നെടുക്കാം. കാറാണ്, എനിക്ക് അതൊന്നും മനസ്സിലായൊന്നുമില്ല. ഞാൻ അതിനകത്തും പോയി മൂത്രവശാലാവുന്നിടത്ത് നമ്മൾ ചെന്നത്. അപ്പോഴത്തേക്ക് ആ വണ്ടി എടുത്തുകൊണ്ട് പോയി. പിന്നെ ആ വാപ്പച്ചിയുടെ കാലിൻ്റെ ഇടയിൽ ഞാൻ പോയി ഒരിക്കോളും. കാരണം വാപ്പച്ചിക്ക് ഇത്രയും എന്നോട് സ്നേഹമുള്ളത്. വാപ്പിച്ച് എങ്ങോട്ട് പോയാലും അങ്ങോട്ട് ഞാൻ തിരിഞ്ഞു പോകും. പിന്നെ വാപ്പിച്ച് എപ്പോൾ വണ്ടി കൊണ്ടുവന്നാലും അപ്പം ആ സൗണ്ട് തൊട്ട് ഞാൻ വരും. പിന്നെ ഞാൻ അവിടെ മൂത്രയിച്ച് കേസ്. അപ്പം എനിക്ക് സന്തോഷമായി. വാപ്പിച്ച് എന്നെ തള്ളി വിടുകയും ചെയ്തു. അതെനിക്ക് നല്ല വിഷമമായി. ആ ഒരു വിഷമത്തിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കണേ. പിന്നെ ഞാൻ അപ്പുറത്തെ വീട്ടില് ഇതേപോലെ ജനലേമൊക്കെ കയറിപ്പോയിരിക്കും. എനിക്ക് ഈ വീട്ടിലെ ജനലേമ കയറിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞങ്ങളുടെ തറവാടാട്ടോ. പിന്നെ കുറച്ചേരം ഇരുന്നതിനെ വേഗം ബോറടിയുള്ളൂ. അങ്ങനെ ഞാൻ പിന്നെ നേരെ താഴേക്ക് ഇറങ്ങി.
പിന്നെ ഇത് ഞങ്ങളുടെ വീടാണ്. ഞാൻ അവിടെ വന്നിരിക്കാൻ വേണ്ടിയിരിക്കും വാപ്പിച്ച് ഓടിക്കൊണ്ടിരുന്നു. അങ്ങനെ നൈറ്റ് ആയി ഗൈസ്, ബായ്, ഉറങ്ങട്ടെ.